ചില സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും വിറ്റ് പോവാത്ത പ്രൊഡക്റ്റുകൾ വീണ്ടും 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 അത് ഓഫർ ഇടുക എന്നുള്ളത്. പഴയ രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെ അവർ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്ത് പരീക്ഷിച്ചിട്ട് അത് ഫ്ലോപ്പ് ആയിരിക്കും, വീണ്ടും അതേ സ്റ്റൈലിൽ തന്നെ അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും ഒരു ഫലമില്ല. ടൈം വേസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകൾ, ഒരു കാര്യമില്ലാതെ കുറേ മീറ്റിങ്ങുകൾ എപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ട് വെക്കും. അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റാറില്ല. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നൊരു പേരുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഡെഡ് ഹോഴ്സ് തിയറി, അതായത് ചത്ത കുതിര സിദ്ധാന്തം എന്ന് പറയും. ഈ ഡെഡ് ഹോഴ്സ് തിയറിയിൽ ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വെറുതെ ചെയ്തു കൂട്ടാന്നാണ് അതിനെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ഈ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് കാണാറുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നടന്നിട്ടും ഒന്നും ആവാണ്ടാവുമ്പോൾ കുറേ ആളുകളെ വീണ്ടും കൂട്ടും. പിന്നെ അതിനെ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ നോക്കും. മറ്റുള്ള ആളുകളെ, അതായത് അതിൽ കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതെങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വേറെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാം. കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കുക. കസ്റ്റമർക്ക് ഏത് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്, ഏത് ടൈപ്പ് പ്രൊമോഷനാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം, അത് മനസ്സിലാക്കുക. പഴയ സിസ്റ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് മാറ്റിയിട്ട് പുതിയ SOP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാം. അല്ലാതെ ചത്ത കുതിരനെ കൊണ്ട് വീണ്ടും എന്ത് ചെയ്യേണ്ട, പഠിപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ കൊളായി പോകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതും ഞങ്ങളിന്ന് പഠിച്ചതും ദ ഡെഡ് ഹോഴ്സ് തിയറിയാണ്. നിങ്ങളടുത്ത് പങ്കുവെച്ചെന്ന് മാത്രം. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരത്തിൽപ്പെടും. ഒരുപാട് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സ്ട്രീറ്റ് ലൈറ്റ് ടോക്സ്.